ഹലോ, ഇത് എൻ്റെ ഒരു സെക്കലൻഡ് പ്ലാന്റ് ആണ്. ഇതിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, വളർത്താനും എന്തൊരു എളുപ്പം. പൂവുണ്ടാകുന്ന ചെടിയേക്കാൾ ഇങ്ങനെയുള്ള ചെടിയാണ് എനിക്ക് വളരെ ഇഷ്ടം. മഴ വന്നാൽ പിന്നെ ഇതിന് വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ ഈ സീസി പ്ലാന്റ്, ഇത് ഞാൻ ഒരു ലീഫിൽ നിന്ന് മുളപ്പിച്ചെടുത്തൊരു പ്ലാന്റാണ്. ഇപ്പോൾ മഴ വന്നത് കൊണ്ട് ഇതിന് വല്ലാത്തൊരു ഭംഗിയായിട്ടുണ്ട്. നല്ല ചന്തമുള്ളൊരു പെണ്ണാണ്. അത്രയും ഭംഗിയായിട്ടുണ്ട്. ഈ സെക്കലൻഡ് പ്ലാന്റും ഇതും രണ്ടും ഒരു പോട്ടിലാണ് വളർന്നു വന്നത്. ഞാൻ നട്ടുവെച്ചതൊന്നുമില്ല, അവിടെ തന്നെ വളർന്ന് വലുതായതാണ്, ഒരു കഷ്ണം വീണിട്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്നുമല്ല വന്നത്. എൻ്റെ താമരച്ചെടിയിൽ ഒരു മൊട്ട് വന്നു, അതിനെ കാണിക്കാനായിട്ടാണ്. താമര ഇഷ്ടപ്പെടുന്നവർ കുറേ പേർ കാണുമല്ലോ, അവർക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെയാണെന്ന് കിട്ടിയതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും 2024 ഫെബ്രുവരി 6 വാങ്ങിയ പ്ലാന്റാണ്. സീഡ്സ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് വേഗം ഒന്ന് വളർന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മൊട്ട് വരെ ഇത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നു. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. മൊട്ട് വരുന്നോ എന്ന് നോക്കി നിന്ന് വന്നപ്പോൾ കണ്ടില്ല. മൊട്ട് വന്നപ്പോൾ ഞാൻ കണ്ടില്ല. എന്നാൽ അതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു മൊട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞേയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സീഡ്സ് 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിനെ മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മൊട്ട് കണ്ടാൽ ഇത് താമരയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. താമരയാണോ ലില്ലിയാണോ? താമര ട്യൂബർ സീഡ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് വന്നത്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫ്ലവർ വന്നാൽ ഇതിൻ്റെ കറക്റ്റ് ഏതാണെന്ന് അറിയാം. എന്നാലും എനിക്ക് ഐഡിയ ഒന്നും മനസ്സിലാകത്തില്ല. 15 സീഡ്സിൽ എല്ലാം മുളച്ചു, 1-2 സീഡ്സ് മുളച്ച് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ട്യൂബർ വാങ്ങി നട്ട് അത് ചീഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ സീഡ്സ് വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ട്യൂബറും 6 മാസത്തിലും പിടിച്ച് കിട്ടുന്നെന്ന് പറയാം. എനിക്ക് അധികം ട്യൂബർ ചീഞ്ഞു പോകാനാണ് പതിവ്. പിടിച്ച് കിട്ടാറേ ഇല്ല. എത്ര ട്യൂബർ വാങ്ങിച്ച് എൻ്റേത് അഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിന് മൊട്ട് വന്നതിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്? അപ്പോൾ നഷ്ടമൊന്നുമില്ല. 150 റുപ്പീസാണ് ഞാൻ ഈ 15 സീഡ്സ് കിട്ടിയിട്ടുള്ളൂ. ഓക്കേ.